കേരള ബ്ലാസ്റ്റേഴ്സ് 1 നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 1. കേരളയുടെ എവേ മത്സരം തേർഡ് മാച്ച് ഡ്രോ. മാച്ചിനെ പറ്റി പറയാനാണെങ്കിൽ കേരള 4-3-3 എന്ന് പറയുന്നൊരു ഫോർമേഷനിലാണ് ഇറങ്ങിയത്. കളി തുടങ്ങി, രണ്ട് ടീമും വിങ്ങിലൂടെ ഇങ്ങനെ നമുക്കറിയുന്ന പോലെ രണ്ട് ടീമും വിങ്ങിലൂടെയാണ് ആക്രമിക്കാൻ നോക്കിയത്. ആൻഡ് ഒന്നും ആ ഒരു ഗോളിലേക്ക് വന്നില്ല. ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ല അവസരം കിട്ടിയിരുന്നു നോർത്ത് ഈസ്റ്റിന്. ബട്ട് സച്ചിൻ സുരേഷ് സേവ് ചെയ്തു. അതുപോലെ തന്നെ കേരളക്കും കിട്ടിയിരുന്നു, ഒന്നും ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചില്ല. കളി തുടങ്ങി 3-ാം മിനിറ്റിൽ തന്നെ നോവേൻ്റെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. അത് ഗോൾ കീപ്പർ ഗുർമീത് സേവ് ചെയ്തു. ആൻഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവർ വിങ്ങിലൂടെ ക്രോസുകളൊക്കെ ഇട്ട് നല്ല നല്ല അറ്റാക്കുകൾ ഉണ്ടാക്കിയെടുത്തെങ്കിലും ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ 0-0 മാച്ച് അവസാനിക്കുന്നു. ആൻഡ് നോർത്ത് ഈസ്റ്റിൻ്റെ കോർണർ വെരി ഡേഞ്ചറാണ്. അവർ എല്ലാ കോർണറും ഒരു ഫ്രീ മാൻ ഹെഡ് ചെയ്യുന്നുണ്ട്. അത് ലക്ഷ്യം കണ്ടിട്ടില്ല. ആൻഡ് അങ്ങനെ ഫസ്റ്റ് ഹാഫ് അങ്ങനെ തീർന്നു. കളി സെക്കൻഡ് ഹാഫിലേക്ക് പോകുമ്പോൾ കോച്ച് ഒരു ചേഞ്ച് വരുത്തി. കൊയ്ഫിന് പകരം പെപ്രയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പെപ്ര വന്നു. ആൻഡ് പെപ്ര സെക്കൻഡ് ഹാഫിൽ 50-ാം മിനിറ്റിൽ ഒരു ഫ്രീ കിക്ക് കിട്ടുന്നു. നോവ എടുക്കുന്നു, നേരെ കറങ്ങി തിരിഞ്ഞ് ബോക്സിൽ കിട്ടി. റീബൗണ്ട് വന്നപ്പോൾ രാഹുൽ നല്ലൊരു അടിയായിരുന്നു അടിച്ചത്. ബട്ട് ഗുർമീത് ഈ ഒരു മത്സരത്തിൽ നല്ല പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചത്. ആൻഡ് നോർത്ത് ഈസ്റ്റിൻ്റെ ഫസ്റ്റ് ഗോൾ വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 59-ാം മിനിറ്റിൽ ബോക്സിൻ്റെ പുറത്തുനിന്നൊരു ഫ്രീ കിക്ക് കിട്ടുന്നു. ആൻഡ് നോർത്ത് ഈസ്റ്റിൻ്റെ റൈറ്റ് വിങ്ങർ അലഡീൻ അർജായി എന്ന് പറയുന്ന അദ്ദേഹം അത് ഡയറക്റ്റ് ഗോൾ കീപ്പറിൻ്റെ സ്ട്രൈറ്റാണ് വന്നതെങ്കിലും സച്ചിൻ സുരേഷിന് അത് തടുക്കാൻ സാധിച്ചില്ല. അത് വലയുടെ ഉള്ളിലേക്ക് പോകുന്നു. ഒരു മിസ്റ്റേക്കാണ് സച്ചിൻ സുരേഷിൻ്റെ അവിടെ. ആൻഡ് ഗോള് വന്ന് ഒരു 67-ാം മിനിറ്റിൽ മുഹമ്മദ് ഐമൻ വരുന്നു രാഹുൽ KPക്ക് പകരം. ആൻഡ് ഐമൻ ആ ഒരു 67-ാം മിനിറ്റിൽ തന്നെ ഐമൻ്റെ ബോൾ നോവക്ക് കൊടുക്കുന്നു. നോവ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് നമുക്കറിയാം, തനതായ ശൈലിയിൽ രണ്ട് വലിയൊക്കെ വലിച്ച് ബോക്സിൻ്റെ പുറത്തുനിന്നൊരു ഷോട്ട്, അതൊരു ഗോളായിത്തീരുന്നു. അതാണ് കേരള അടിച്ച ഗോൾ. ആൻഡ് അതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അടിച്ച ഗോൾ. ആ ഗോൾ വന്നത് 67-ാം മിനിറ്റിൽ തന്നെയാണ്. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 80-ാം മിനിറ്റ് ആ ഒരു സമയമാകുമ്പോഴേക്കും ലൂണയെ കളിക്കളത്തിലേക്ക് വിടുന്നു ഹീസസ് ഹിമിനസിൻ്റെ പകരം. ആൻഡ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ സെൻറ്റർ ബാക്കായ അഷീർ അക്തർ റെഡ് കാർഡ് കിട്ടുന്നു 82-ാം മിനിറ്റിൽ. അവർ 10 പേരായി ചുരുങ്ങുന്നു. 10 പേരായി ചുരുങ്ങിയെങ്കിലും അവർ നല്ലോണം തന്നെ ഗോൾ കീപ്പർ ഗുർമീത് സിംഗ് നല്ല പെർഫോമൊക്കെ ചെയ്ത് 90-ാം മിനിറ്റിൽ വിപിൻ നല്ലൊരു ത്രൂ ബോൾ ഐമനിലേക്ക് കൊടുക്കുന്നു. ഐമൻ ഓടിപ്പോയി ഗോളിനെ കട്ട് ചെയ്ത് പോസ്റ്റിലേക്ക് അടിക്കുന്നതിന് മുമ്പേ തന്നെ നോർത്ത് ഈസ്റ്റിൻ്റെ ഡിഫൻഡർ വന്ന് ക്ലിയർ ചെയ്യുന്നു. അത് ക്ലിയർ ചെയ്തത് നോർത്ത് ഈസ്റ്റിൻ്റെ ക്യാപ്റ്റനായ സബോക്കയാണ്, മൈക്കൽ സബോക്ക. ആൻഡ് ഐമന് പിന്നെയും ഒരു അവസരം കിട്ടിയിരുന്നു. ഹോർമി പവറുവയുടെ ക്രോസ്, ഐമൻ്റെ ഹെഡ്, ബട്ട് കറക്റ്റ് ഗുർമീത് സിംഗിൻ്റെ നേർക്കായിപ്പോയി. അങ്ങനെ കളി 1-1 എന്ന് പറയുന്നൊരു രീതിയിൽ അവസാനിക്കുന്നു. പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രീതം കോട്ടാൽ നല്ലൊരു പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. വിപിൻ മോഹൻ നല്ലൊരു പ്രകടനം. ആൻഡ് നോവ സദോയ് ആൻഡ് ലൂണ ആകെ കുറച്ച് മിനിറ്റേ കളിച്ചിട്ടുള്ളൂ. ആൻഡ് അദ്ദേഹം അടുത്ത കളിയിലേക്ക് ഫുൾ ഫിറ്റായി അവൈലബിളായി വരുമെന്ന് പ്രതീക്ഷിക്കാം. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ്. ഒരു സബ്സ്ക്രൈബേഴ്സ് ഫുൾമായിട്ടില്ല ഇതുവരെ. ഐ ആം ഡിമാൻഡിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. ഇനിയും നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ. താങ്ക് യു.